അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ ദുൽഖഅദ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത്. നാളെ 3-ാമത്തെ വെള്ളിയാഴ്ച പകൽ, അതായത് ദുൽഖഅദ മാസം 18-ാമത്തെ രാവ്, നാളെ 18-ാമത്തെ പകൽ. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പുണ്യമായ ദുആക്ക് ഇജാബത്ത് അല്ലാഹു നൽകാമെന്ന് അല്ലാഹു തന്നെ വാഗ്ദാനം പറഞ്ഞിട്ടുള്ള ഈ സമയം നമ്മൾ ഒരുമിച്ച് കൂടി നമ്മൾ അറിയാവുന്ന ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ ചൊല്ലുകയാണ്. സ്വലാത്തുകൾ പറയുന്നു. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കും റബ്ബ് നൽകി നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹാജിമാർ അൽഹംദുലില്ലാഹ് അവർക്ക് വലിയ സന്തോഷത്തിലാണ്. കാരണം അവർക്ക് പുണ്യമായ ഹറമിൽ ഒരു ജുമാ കൂടി കിട്ടുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല അവർക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ വലിയ പ്രതീക്ഷയിൽ ചെല്ലുകയാണ്. നമുക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കാനാണ് ഹാജിമാർ അവിടെ ഹജ്ജിനായി പോയിട്ടുള്ളത്, അല്ലേ? അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമുക്കുമൊക്കെ ദ്വാരക്കാൻ വേണ്ടി പോയവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുക. ഹാജിമാർ ഈ സമയത്ത് എന്താണ് ഉസ്താദ് ചെയ്യുന്നത് പലരും ചോദിച്ചു. ഇപ്പോൾ ഹാജിമാർ അവരിപ്പോൾ ഹജ്ജ് തുടങ്ങിയിട്ടില്ലല്ലോ. ഹജ്ജ് മാസം ദുൽഹിജ്ജ 8, 9, 10 ആ ദിവസങ്ങളിലാണ് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട അമലുകളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ അവർ ഉംറ കർമ്മം നിർവഹിക്കുകയാണ്. ഉംറ കർമ്മം നിർവഹിക്കുന്നു, അതുപോലെ തന്നെ തവാഫുകൾ ചെയ്യുന്നു. ആ സമയത്തൊക്കെ അവർ പറയുന്ന വചനം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. അല്ലേ? തൽബിയത്തിൻ്റെ വചനം അവർ പറയുകയാണ്. തൽബിയത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ അത് ഹജ്ജിന് വേണ്ടി മാത്രമല്ല, ഈ ഉംറക്ക് പോകുന്ന ആളുകളും ഈ തൽബിയത്ത് ചൊല്ലാറുണ്ട്. അത് വല്ലാത്തൊരു വാക്കാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലേ? അല്ലാഹുവേ പടച്ചോനെ, നിൻ്റെ വിളിക്കിനാണിതാ ഉത്തരം നൽകിയിരിക്കുന്നു. അല്ലേ? നിൻ്റെ വിളിക്കിനാണിതാ ഉത്തരം നൽകി. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അല്ലാഹുവേ പടച്ചവനെ, നീയല്ലാതെ ആരാധനക്കർഹൻ വേറെ ആരുമില്ല, നീയാണ് ആരാധനക്കർഹനായിട്ടുള്ളത്. അല്ലാഹുവേ, നിൻ്റെ വിളിക്കിതാ ഉത്തരം നൽകിയിരിക്കുന്നു. അല്ലാഹുവേ, മുഴുവൻ ഹംദുകൾ, മുഴുവൻ സ്തുതികളൊക്കെ നിനക്കാകുന്നു, നീയല്ലാതെ ആരാധനക്കർഹനില്ല എന്നാണ് ഈ തൽബിയത്തിൻ്റെ ഏകദേശ അർത്ഥം. അപ്പോൾ നമ്മുടെ ഹാജിമാർ അവരൊക്കെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഹാജിമാരൊക്കെ പോവാനിരിക്കുന്നു. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. നമുക്കൊക്കെ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവാണ്, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. നമുക്കൊരു സ്വലാത്ത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിലേക്ക് കടക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആരക്കും അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് കടക്കാം. ഒരു വട്ടം ചൊല്ലിയാൽ 6 ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത്. ഒരുപാട് വീഡിയോകളിൽ നമ്മൾ ഈ സ്വലാത്തിനെ പറ്റി പരിചയപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാവുന്ന സ്വലാത്ത്, പേര് തന്നെ അദദ് സ്വലാത്ത് എന്നാണ്. അദദ് സ്വലാത്ത് എണ്ണമറ്റ പ്രതിഫലം കിട്ടുന്ന സ്വലാത്താണ്. നമുക്കൊന്ന് ചൊല്ലിയാലോ? ആ സ്വലാത്ത് ഒന്ന് മാത്രം മതി. ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ മനസ്സിലേക്ക് വരാം. എന്നിട്ട് അത് അല്ലാഹുവേ നീ പരിഹരിക്കണം ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എന്ന് ആ ഒരു നല്ലൊരു ദുആയും കൂടെ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ചൊല്ലിയാലോ അദദ് സ്വലാത്ത്? اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد
മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഹാജിമാർ ഹജ്ജിനായി പുറപ്പെട്ടു കഴിഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മുടെ ഹാജിമാർക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും കൊടുക്കുമാറാവട്ടെ. നമുക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാനുള്ള ഓർമ്മശക്തി അല്ലാഹു തആല അവർക്ക് കൊടുക്കട്ടെ. അല്ലാഹുവിൻ്റെ ഈ ഭൂമി ലോകത്ത് 15 സ്ഥലങ്ങൾ, ആ 15 സ്ഥലങ്ങളിൽ ദുആക്ക് ഇജാബത്ത് ഉണ്ട്. ആ 15 സ്ഥലവും എവിടെയാണ്? പരിശുദ്ധമായ മക്കയിലാണ്. അപ്പോൾ ആ മക്കയിലേക്കാണ് നമ്മുടെ ഹാജിമാർ പോയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ സ്വീകരിക്കണേ എന്ന് നമ്മളിവിടെ വെച്ച് ദ്വാരക്കുക. അവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുക. എങ്ങനെയാണ് നമ്മൾ ദ്വാരക്കേണ്ടത്? ആ ഹാജിമാർക്ക് വേണ്ടിയുള്ള ദുആ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കുറച്ചു വട്ടം പറയാം. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു اجعل حج حجاجنا حجا مقبولا. അല്ലാഹുവേ, ഹാജിമാർ ഹജ്ജ് ചെയ്യുന്ന ഹാജിമാരുടെ ഹജ്ജ് നീ മഖ്ബൂലായി സ്വീകരിക്കണേ അല്ലാഹ്. വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ. ആ ഉംറ ചെയ്യുന്ന ഹാജിമാർ അവരുടെ ഉംറയെ നീ മബ്റൂറായി ഗുണമുള്ളതായി നീ സ്വീകരിക്കണേ അല്ലാഹ്. വസഅയ സഈനാ സഅയം മഷ്കൂറാ. അല്ലാഹുവേ, നീ സഈ ചെയ്യുന്ന ഹാജിമാർ, അല്ലേ, സഈ അത് ഉംറയിൽ അതുപോലെ ഹജ്ജിൽ പെട്ടൊരു അമലാണ്. ആ സഈനെ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, നന്ദിയുള്ളതായി കബൂലാക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ആ ഹാജിമാർക്ക് അവർ ചെയ്യുന്ന അമലുകൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുന്നു. നമുക്കൊന്ന് ദ്വാരന്നാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജൻ മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ വ സഅയ സഈനാ സഅയം മഷ്കൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജൻ മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ വ സഅയ സഈനാ സഅയം മഷ്കൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا
حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. നമ്മൾ ഒരു ദിവസം നമ്മുടെ ചാനലിൽ ചോദിച്ചിരുന്നു, നിങ്ങൾ ചൊല്ലുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ പ്രധാനപ്പെട്ട ഇസ്മുകൾ ഏതാണ്? അപ്പോൾ ഒരുപാട് പേര് യാ റഹ്മാൻ യാ അള്ളായാണ്, യാ റഊഫ് യാ അള്ളാ, യാ ഫത്താഹു യാ അള്ളാ, ഇങ്ങനെ ഒരുപാട് ഇസ്മുകൾ പലരും പറഞ്ഞു. അതിൽ 2 ഇസ്മുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉമ്മമാരും ഉപ്പമാരും ചൊല്ലുന്നു. ഒന്ന് യാ ഫത്താഹു യാ അള്ളാ, 2 യാ ലത്തീഫ് യാ അള്ളാ. കാരണം ഇത് രണ്ടും വലിയ പവറുള്ള അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ്. നമ്മുടെ പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള വലിയ ഒരു മാതൃകയാണ്, വലിയൊരു മാർഗമാണ് ഈ 2 ഇസ്മുകൾ. വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. എല്ലാ വിജയങ്ങളും തുറന്നു തരുന്ന, അല്ലേ, എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കാൻ അള്ളാഹുവിന് വളരെ നിസ്സാരമായ സമയം മതി. അങ്ങനെയൊക്കെ അർത്ഥം വരുന്ന ഈ 2 ഇസ്മുകൾ ചേർത്ത് നമുക്കൊന്ന് പറഞ്ഞാലോ? ഇൻഷാ അല്ലാ വലിയ ഗുണം കിട്ടും. അള്ളാഹുവെ എൻ്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണം, എൻ്റെ വിഷമ പ്രയാസങ്ങൾ മാറ്റിത്തരണം എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാ നമുക്ക് ഈ 2 ഇസ്മുകളും ഒന്നിച്ചു പറയാം. യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ لطيف يا ذا الجلال والإكرام يا فتاح يا 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 لطيف يا ذا الجلال والإكرام അഫ്ളലു ദിക്ർ, ദിക്റിൻ്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഈ ദിക്ർ ഒഴിവാക്കിയിട്ട് ഒരു മജ്ലിസുമില്ല. അഫ്ളലു ദിക്ർ, ദിക്റുകളുടെ ഏറ്റവും തലതൊട്ടപ്പനായ ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്.
അല്ലേ? സ്വർഗത്തിൻ്റെ വാതിലിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ദിക്റാണ്, വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ അർശിൽ എഴുതപ്പെട്ടിട്ടുള്ള വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അധികരിപ്പിക്കുന്ന ആളുകൾക്ക് ഈ സ്വർഗം കാണാനും സ്വർഗത്തിൻ്റെ ഉള്ളിൽ കടക്കാനും ഒക്കെ സൗഭാഗ്യമുണ്ടാകും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മരിച്ചവനെ മരിക്കുന്ന സമയത്ത് ഈ ഒരു കലിമ പറഞ്ഞ് മരിപ്പിക്കണേ അല്ലാ എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്ർ ഒന്ന് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാർക്ക് ഒരു ദിവസം പറഞ്ഞു കൊടുത്തു, സ്വഹാബിമാരെ, എൻ്റെ സഹോദരനായ ഒരു പ്രവാചകൻ പറഞ്ഞ ഒരു ദിക്ർ, ഒരു വാചകം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ വാചകം നിങ്ങൾ എത്ര പ്രാവശ്യം പറയുന്നോ അത്രമാത്രം അല്ലാഹു തആലയ്ക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടാകും. മാത്രമല്ല നമ്മുടെ പാപങ്ങളും അബദ്ധങ്ങളും തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരാനുള്ള ഒരു തൗബയുടെ വചനം കൂടിയാണ് ഇനി പറയുന്നത്. മാത്രമല്ല ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും കിട്ടാൻ ഉപകരിക്കുന്ന ഒരു പുണ്യമായ വാചകം കൂടിയാണത്. ഏതാണത്? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞ പുണ്യമായ ഒരു ദിക്ർ. അതൊരു ദുആയാണ്, അതൊരു ഖുർആൻ ആയത്താണ്, എല്ലാമാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞു. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക
സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഏകദേശം 3-4 ആഴ്ചകൾക്ക് മുമ്പ് ഒരു സഹോദരൻ, നമുക്ക് പരിചയമുള്ള നമ്മുടെ മഹലിൽപ്പെട്ടൊരു സഹോദരനാണ്. അദ്ദേഹം ഉംറ ചെയ്യാൻ വേണ്ടി പോയി മദീനയിൽ ചെന്ന് അവിടെ അവരുടെ കൂടെയുള്ള എല്ലാവരും കൂടി ഇരുന്നിട്ട് മദീനയിൽ വെച്ച് അവർ ബുറുദ ചൊല്ലുകയാണ്. ബുറുദ ഇല്ലല്ലോ, മൗലായ സല്ലി വസാലിം ദായിമൻ അബദ എന്നൊക്കെ പറഞ്ഞ് ജവാബുള്ള ബുറുദ ബൈത്ത്, അമിൻ തദക്കുറിജി റാനിം ബിദി സലമി എന്ന് തുടങ്ങുന്ന ബുറുദ ബൈത്ത് പാടുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മജ്ലിസിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, ആ സ്വലാത്തും അവിടെ വെച്ച് എല്ലാവരും ഒന്നിച്ച് ചൊല്ലുമ്പോൾ അത് കേൾക്കാൻ നല്ലൊരു ഇൻപമായിരുന്നു. നല്ല രസമാണത് കേൾക്കാൻ. രസം മാത്രമല്ല, ആ സ്വലാത്ത് അത്രമാത്രം ഒരു മനോഹരമായ ഒരു സ്വലാത്താണ്. നമ്മളൊക്കെ ബദർ മൗലൂദിൽ ആ 4 വരി ബൈത്ത്, അതൊരു ബൈത്താണ്, അതൊരു സ്വലാത്താണ്. ഒരുപാട് നേട്ടങ്ങളുള്ള സ്വലാത്താണ്. നമുക്കൊന്ന് ചൊല്ലിയാലോ? ചൊല്ലിക്കോ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ്
സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഓരോ തസ്ബീഹാത്തുകൾക്കും ഓരോ ദിക്റുകൾക്കും ഓരോ സ്വലാത്തുകൾക്കും ഒരുപാട് വ്യത്യസ്തമായ നേട്ടങ്ങളാണ്. അത് മുഴുവനും റബ്ബ് നമുക്ക് തന്ന് നമ്മുടെ മീസാൻ എന്ന തുലാസ് ഭാരം തൂങ്ങുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുആരക്കണം എന്ന് കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ നേരിട്ടുമൊക്കെ കണ്ടു പറയുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അൽഹംദുലില്ലാ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആരക്കുന്നുണ്ട്. നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്നിരുന്ന് ടൈപ്പ് ചെയ്യുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ട്. അവർ കമൻറ്റ് എഴുതാൻ അറിയില്ല ഉസ്താദെ, ഞങ്ങൾക്ക് വേണ്ടി ദുആരെന്നാൽ മതി എന്ന് പറഞ്ഞവരുമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആരക്കും. നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കടങ്ങൾ മാറാൻ, കച്ചവടത്തിൻ്റെ കാര്യം എല്ലാം പറഞ്ഞ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, അതുപോലെ തന്നെ ബാക്കി മുഅവ്വിദത്തൈനിയൊക്കെ ഓതിയിട്ട് നേരെ ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا
ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അർഹമുർ റഹീമീനായ കരുണയുള്ള രാജാതിരാജനായ റഹ്മാനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് കുറവുകളും ഞങ്ങൾ പറഞ്ഞതിൽ, ഓതിയതിൽ, ചൊല്ലിയതിൽ ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് അബദ്ധങ്ങളുണ്ട്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്യണേ അല്ലാ. ഇത് ഓതിയ ഉമ്മമാർക്കും ഇത് പറഞ്ഞ വാപ്പമാർക്കും എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും ദുനിയാവിലും നാളെ ആഖിറത്തിലും നൽകണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ, ഒരുപാട് തെറ്റുകൾ, ഒരുപാട് പാപങ്ങൾ, ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ട്. നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇനിയുള്ള കാലം നിനക്കും നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം പ്രദാനിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങൾക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാര് പലരും ഖബറിലാണ്, അവർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഒരുപാട് നാളുകൾ ഞങ്ങളുടെ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്ത പലരും ഖബറിലാണ് റബ്ബേ. എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്തും റഹ്മത്തും അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് ഈമാനും ഇഖ്ലാസും തഖ്വയും നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. അതിന് ഈ സദസ്സുകളെല്ലാം നീ കാരണമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരെല്ലാവരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ വാപ്പമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ ആൺമക്കൾ, അല്ലാഹു, അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ കച്ചവടം, ബിസിനസ് എല്ലാം നീ അഭിവൃദ്ധിയിലാക്കണേ അല്ലാ. അവരുടെ തൊഴിൽ, അല്ലാഹു, എല്ലാ വിധത്തിലുള്ള നന്മയിലുമാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ സഹോദരിമാര്, എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഇനി അവരെ നീ വേദനിപ്പിക്കല്ലേ അല്ലാ. ദുനിയാവിൽ ഒരുപാട് വേദനകൾ സഹിച്ചവരാണ്, അവർക്ക് നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സദസ്സ് കാണുന്ന, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന, ഈ ദിക്റിന്റെ മജ്ലിസിൽ, അതുപോലെ ഞങ്ങളുടെ രാവിലെയുള്ള മജ്ലിസിലൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉസ്താദേ ദുആ അരക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ദുആ വസിയ്യത്തുകൾ എഴുതാറുണ്ട് റബ്ബേ. നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട് അല്ലാ. ആരെല്ലാം ഏതൊക്കെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം കമന്റ് എഴുതിയിട്ടുണ്ടോ, എന്തെല്ലാം ദുആ വസിയ്യത്ത് പറയുന്നുണ്ടോ, എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദൂരീകരിക്കണേ അല്ലാ. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ്, കടത്തിലാണെന്ന് പറഞ്ഞവരുണ്ട്. കോടിക്കണക്കിന് രൂപ കടമാണ്, ലക്ഷക്കണക്കിന് രൂപ കടമാണ്. ഉസ്താദ് ദുആ അരക്കണമെന്ന് പറഞ്ഞ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു, അവരുടെ കടങ്ങൾ, ഞങ്ങളുടെ കടങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ വേഗത്തിൽ വീട്ടാനുള്ള വഴി തുറന്നു തരണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ പഠനങ്ങളിൽ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ റിസൾട്ടുകളൊക്കെ ഇനി വരാനുണ്ട്, പലരുടെയും പരീക്ഷകൾ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഉന്നതമായ വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇന്നത്തെ കാലം മോശമാണ്, കാലഘട്ടം മോശമാണ്. എല്ലാവിധത്തിലുള്ള മയക്കുമരുന്നിന്റെ മോശത്തരത്തിന്റെ ഉപയോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും ഹജ്ജിനായി ഉംറക്കായി പോയിട്ടുള്ള ഹാജിമാർ, അവരെ നീ കാക്കണേ അല്ലാ. അവരുടെ ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി ദുആ അരക്കാനുള്ള ഓർമ്മശക്തി അവർക്ക് നീ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ വീടില്ലാതെ വിഷമിക്കുന്നു, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നു, എളുപ്പത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ, ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന് നീ സമാധാനവും ശാന്തിയും നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ലോക മുസൽമാന് നീ ഇസ്സത്തും അഭിമാനവും നിലനിർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകണേ അല്ലാ.
അല്ലാ. എല്ലാവിധ ഖൈറിലും ബറക്കത്തിലും ഞങ്ങളെ ആക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിന് നീ പരിഹാരം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ ഖൈറിലും ബറക്കത്തിലുമാക്കണേ അല്ലാ. അവരുടെ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്, കോളേജുകൾ തുറക്കുകയാണ്. റബ്ബേ ഞങ്ങളുടെ മക്കൾക്ക് ഉന്നതമായ പഠനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ പേരക്കുട്ടികൾക്ക് അല്ലാഹുവേ പടച്ചവനെ നല്ല നല്ല കോഴ്സുകൾ എടുക്കാനും അതിൽ പാസ്സായി നല്ല ഖൈറായ ഒരു ജീവിതം അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാ കാര്യവും ഞങ്ങൾ തവക്കുലാക്കുകയാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ ഈ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.